നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ബജറ്റ്. ഈ ബജറ്റിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നടപ്പിലാക്കില്ല എന്ന് തന്നെ നമുക്ക് വളരെ കൃത്യമായി അറിയാം. എങ്കിലും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വമ്പൻ പ്രഖ്യാപനമെങ്കിലും നടത്തിക്കൂടായിരുന്നോ ധനമന്ത്രിക്ക് എന്ന ചോദ്യമാണ് കേരളത്തിൽ നിന്നും ഉയരുന്നത്. 2016 ഇടതുമുന്നണി സർക്കാർ അതിന്റെ അവസാന ബജറ്റ് അവതരിപ്പിച്ചത് അന്നത്തെ ധനമന്ത്രിയായിരുന്ന ടി.എം. തോമസ് ഐസക്കാണ്. ഡോക്ടർ ടി.എം. തോമസ് ഐസക് അവസാന ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിൽ വന്നപ്പോൾ ധനമന്ത്രി സ്ഥാനത്ത് ഇടതുമുന്നണി അവരോധിച്ചത് CPM അവരോധിച്ചത് KN ബാലഗോപാലിനെയാണ്. തോമസ് ഐസക് ബജറ്റ് അവതരിപ്പിച്ച ശേഷം അധികാരത്തിൽ വന്ന ഇടതുമുന്നണി സർക്കാരിന് വേണ്ടി ജൂലൈയിൽ വീണ്ടും ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിച്ചു. സമാനമായ സാഹചര്യമാണ് ഇപ്പോഴും നടക്കാൻ പോകുന്നത്. വാക്കുകൾ കൊണ്ട് അമ്മാനമാടി ബജറ്റ് അവതരിപ്പിച്ച KN ബാലഗോപാലിന് ശേഷം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുന്ന സർക്കാർ വീണ്ടും ബജറ്റ് അവതരിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് അവസാന ബജറ്റിലെങ്കിലും ഏതെങ്കിലും ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ജനങ്ങളുടെ കയ്യടി ലഭിക്കില്ലായിരുന്നു എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത്. വിശദമായി പരിശോധിക്കാം. PS സൗവർണിക കൂടെയുണ്ട്. അതായത് അവസാന ബജറ്റിൽ പോലും ഒരു പ്രഖ്യാപനം നടത്താൻ ധനമന്ത്രി KN ബാലഗോപാൽ തയ്യാറായില്ല. സ്വാഭാവികമായും ഇപ്പോൾ ബജറ്റ് അവതരിപ്പിച്ചെങ്കിലും ഇതിനുശേഷം 2026 മെയ് മാസം തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ച് ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിലും തർക്കമില്ല. അത് ഇടതുമുന്നണി ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ, ആരധികാരത്തിൽ വന്നാലും വീണ്ടും ഒരു ബജറ്റ് ജൂലൈയിൽ അവതരിപ്പിക്കുമെന്നതിലും സംശയമില്ല. അതുകൊണ്ട് അവസാന ബജറ്റിലും പോലും ഒരു വമ്പൻ പ്രഖ്യാപനങ്ങളോ പദ്ധതികളോ പ്രഖ്യാപിക്കാത്ത ഒരു ബജറ്റ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ബജറ്റ് അവതരിപ്പിച്ചത്? കാരണം കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഒരു ഗിമ്മിക്ക് കാണിക്കാൻ പോലും സർക്കാർ തയ്യാറാകാത്തത് കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. ഇത്തരം ഗിമ്മിക്കുകളുടെ മുന്നിൽ ഇനി അവർ മുട്ടുമടക്കില്ല. കാരണം 2021 കൊറോണ കാലത്ത് കിറ്റ് നൽകി അധികാരത്തിൽ വന്നതുപോലെ ബജറ്റിൽ കളവ് പറഞ്ഞ അല്ലെങ്കിൽ ബജറ്റിൽ ചില പ്രഖ്യാപനങ്ങൾ നടത്തി ഇനി അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന തിരിച്ചറിവാണോ ഇത്തരത്തിൽ ഒരു നീക്കത്തിലേക്ക് സർക്കാർ പോയത്? തീർച്ചയായും ഇത്തരം ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു നീക്കത്തിലേക്ക് പോയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നല്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ വലിയ തോതിലുള്ള പ്രഖ്യാപനങ്ങൾ, ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ളവ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തുകയും അതൊന്നും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനായില്ല അല്ലെങ്കിൽ അതൊന്നും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല എന്ന കൃത്യമായ ധാരണ പാർട്ടിക്കുണ്ട്. അതിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ സർക്കാരിനുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി ആയിരിക്കണം ഇപ്പൊ ഇങ്ങനെ ഇന്ന് നടന്ന ബജറ്റ് പ്രഖ്യാപനം വളരെ ഒരു പരാജയമായിരുന്നു. പക്ഷെ ഇതിന് മറ്റൊരു വശമുണ്ട്. ചേട്ടൻ പറഞ്ഞ പോലെ ഇനിയിപ്പോ കേരളത്തിൽ ഇത്തരം രാഷ്ട്രീയ ഗിമ്മിക്കുകൾ അധികം വില പോകില്ല. ഈ പറയുന്ന പോലെ ബീഹാറിലെ പോലെ 10,000 രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുക, ക്ഷേമ പെൻഷൻ കൂട്ടുക, കിറ്റ് വാങ്ങി പൊതുജനം വിജയിപ്പിച്ചു അല്ലെങ്കിൽ കിറ്റ് നൽകിയതിന്റെ പേരിൽ ജയിച്ചു അല്ലെങ്കിൽ രണ്ടാമത് അധികാരത്തിൽ വന്നത് കിറ്റ് നൽകിയാണെന്നൊക്കെ പറയുമ്പോഴും എല്ലായ്പ്പോഴും കേരളത്തിൽ അത് നടക്കില്ല എന്ന ഉത്തമമായ ബോധ്യം ഈ സർക്കാരിന് ഉണ്ടായോ എന്നൊരു ചോദ്യമുണ്ട്. മറുവശത്ത് ഈ പറയുന്ന പോലെ ഈ CPM ക്യാപ്സ്യൂൾ വിതരണക്കാർ പറയാൻ പോകുന്ന ഒരു ന്യായം എന്ന് പറയുന്നത്, ഞങ്ങൾ എന്തായാലും ഈ പറയുന്ന പോലെ ഈ ബജറ്റ് എന്തായാലും ഇപ്പൊ അവതരിപ്പിക്കും, പക്ഷെ അതല്ലെങ്കിൽ ഈ ബജറ്റ് പ്രഖ്യാപിക്കപ്പെടും, അത് നടക്കണമെന്നില്ലല്ലോ. കാര്യം ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വരുന്ന ഏത് പാർട്ടിയാണ് അത് ഈ പറയുന്ന പോലെ ഈ നിലവിലെ സർക്കാർ തന്നെ വീണ്ടും വന്നാലും UDF സർക്കാർ വന്നാലും മറ്റൊരു ബജറ്റ് ആയിരിക്കും പരിഗണനയ്ക്ക് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തിയാൽ അത് നടപ്പാക്കാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യത്തിന്റെ പേരിൽ പൊതുജനങ്ങളെ പറ്റിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്ന തലത്തിലേക്കായിരിക്കും ക്യാപ്സ്യൂളുകൾ വരാൻ പോകുന്നത്. കാര്യം നടത്താൻ കഴിയാത്ത കാര്യങ്ങളൊന്നും LDF സർക്കാർ പറയില്ല എന്ന തലത്തിലുള്ള പ്രഖ്യാപനങ്ങൾ പോലും വരാനുള്ള സാധ്യത നിലവിലുണ്ട്. അപ്പൊ അത്തരത്തിൽ ജനങ്ങളെ പറ്റിച്ചിട്ടില്ല പാർട്ടി എന്ന തലത്തിലേക്ക് വീണ്ടും അതും ഒരു ഗിമ്മിക്ക് തന്നെയാണ്. കാര്യം ആദ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഈ പറയുന്ന പോലെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു, അതിൽ കേരളത്തിന്റെ പൊതുജനം വീണില്ല അല്ലെങ്കിൽ വീണ്ടും കേരളത്തിലെ പൊതുജനത്തിനെ പറ്റിക്കാനായില്ല അല്ലെങ്കിൽ ഇനി ഈ ഗിമ്മിക്കുകൾ പൊതുജനത്തെ പറ്റിക്കാനാകില്ല അല്ലെങ്കിൽ വിജയിക്കാനാകില്ല എന്ന് ഉറച്ചപ്പോ മറ്റൊരു തന്ത്രമാണിത്. ഞങ്ങൾക്ക് നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ പ്രഖ്യാപിക്കൂ എന്ന തലത്തിലേക്ക് ഇതിനെ മാറ്റി മറ്റൊരു തരം പൊളിറ്റിക്കൽ ഗിമ്മിക്കാണ് ഇപ്പൊ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അധികാരത്തിന്റെ ഇടനാഴിയിലൂടെ ആഴ്ന്നിറങ്ങുമ്പോൾ CPM സ്വപ്നം കാണുന്നത് മറ്റൊരു തുടർഭരണമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ തുടർഭരണത്തിന് വേണ്ടി എല്ലാ കോപ്പുകൂട്ടുകയാണ് ഇടതുമുന്നണി സർക്കാർ. അതിന്റെ ഭാഗമായി ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ പ്രഖ്യാപനങ്ങളൊന്നും കേരളത്തിലെ ജനങ്ങളെ ഒന്നടങ്കം ക്യാൻവാസ് ചെയ്യാൻ കഴിയുന്ന പ്രഖ്യാപനങ്ങളല്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ ചരിത്രപരമായ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ CPM ഇനിയെങ്കിലും തയ്യാറാകണം. കാരണം ഇപ്പോൾ ധനമന്ത്രി ഈ ബജറ്റ് അവതരിപ്പിക്കുന്ന വേളയിൽ പറഞ്ഞത് മതമല്ല പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം. ഒരു സംശയവും വേണ്ട, എരിയുന്ന വയറിലെ തീ തന്നെയാണ് പ്രശ്നം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ആ എരിയുന്ന വയറിലെ തീക്കെടുത്താൻ ഉതകുന്ന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കേണ്ടത് അധികാരത്തിലിരിക്കുന്ന സർക്കാരുകളാണ് എന്ന യാഥാർത്ഥ്യ ബോധം
ധനമന്ത്രി KN ബാലഗോപാലും ഭരിക്കുന്ന പാർട്ടിയായ CPM-ഉം മുന്നണിയായ ഇടതുമുന്നണിയും മുഖ്യമന്ത്രി പിണറായി വിജയനും തിരിച്ചറിയണം. അല്ലാതെ ആ തിരിച്ചറിവ് ഇല്ലാത്തതല്ലല്ലോ, മനപ്പൂർ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പാർട്ടി മാത്രം വളർന്നാൽ മതിയെന്ന നിലപാടെടുത്തിട്ടല്ലേ, അതായിരുന്നില്ലേ പ്രശ്നവും? തീർച്ചയായും എരിയുന്ന വയറിലെ തീക്കെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഇടതുമുന്നണി സർക്കാർ ഇത്ര കാലം 9.5 വർഷം പൂർത്തീകരിച്ചു, അല്ല 9.25 വർഷം പൂർത്തീകരിച്ചു. 10 വർഷത്തിന് 3 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ജനുവരി കഴിഞ്ഞാൽ പിന്നെ 2 മാസം. ആ കാലഘട്ടത്തിൽ പോലും കൃത്യമായ ഒരു പദ്ധതികൾ നടപ്പിലാക്കാതെ കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഉതകുന്ന അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ കഴിയുന്ന പദ്ധതികളും പ്രവർത്തികളും യാഥാർത്ഥ്യമാക്കാൻ കഴിയാതെ ഉഴലുന്ന ഒരു സർക്കാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക നടപ്പിലാക്കിയാണ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ മുഖത്ത് കാർക്കിച്ചു തുപ്പുന്ന ദിനം വിദൂരമല്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും അധികാരത്തിന്റെ മട്ടുപ്പാവിൽ സധൈര്യം മുന്നോട്ട് പോകാം, അവിടെ ഇരുന്ന് സുഖശീതളിമ ആസ്വദിക്കാമെന്നാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പരിവാരങ്ങളും കരുതുന്നെങ്കിൽ അവർക്ക് തെറ്റിയിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയാൻ ബോധമുള്ള ആളുകളാണ്. തീർച്ചയായും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് മുഖം തിരിക്കാൻ അല്ലെങ്കിൽ അത് മറയ്ക്കാൻ ബജറ്റിൽ ഏതെങ്കിലും തരത്തിൽ പ്രഖ്യാപനം നടത്തുമെന്നായിരുന്നു കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം കരുതിയത്. പക്ഷെ കേരളത്തിലെ ജനങ്ങളെ മൊത്തം നിരാശരാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ എല്ലാവരും രാഷ്ട്രീയ കേരളം ഒന്നടങ്കം വിശ്വസിച്ചത് എന്താണ്, ഈ ബജറ്റ് എന്ന് പറയുന്നത് കേരളത്തെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒന്നായിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു സാധനമേ ഉണ്ടായിരുന്നില്ല, ബജറ്റിൽ ഒന്നുമില്ല. ഈ മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞതിനപ്പുറം ഈ ബജറ്റിൽ ഒന്നുമില്ല. അതുകൊണ്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നൊരു ചോദ്യം. 2024 ഒരു പുറത്തിറങ്ങിയ സിനിമയുടെ പേര് ഞാൻ ഓർക്കില്ല, ആ പാട്ട് പോലെ എല്ലാം തമാശ എല്ലാം നിരാശ, അതാണ് അവസ്ഥ. ഈ ബജറ്റ് കേരളത്തിലെ ജനങ്ങൾക്ക് ഒതുങ്ങുന്ന പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെയില്ല. അതായത് മാധ്യമപ്രവർത്തകരുടെ പെൻഷൻ തുക വർദ്ധിപ്പിച്ചിട്ടുണ്ട്, 1500 രൂപ, നല്ല കാര്യമാണ്, അതിന് നമ്മൾ കൈയടിച്ചു തന്നെ സ്വീകരിക്കുന്നു. ഇത്തരത്തിൽ ചില പ്രഖ്യാപനങ്ങളും ഉണ്ട്, അതെല്ലാം യാഥാർത്ഥ്യമാകുമെന്നതാണ് കണ്ടറിയുന്നത്. ആശാവർക്കർമാരുടെ സമരത്തോട് സർക്കാർ അനുഭാവപൂർണമായ ഒരു നിലപാട് സ്വീകരിച്ചു. 1000 രൂപ ഓണറേറിയം വർദ്ധിപ്പിച്ചു, നമ്മൾ അംഗീകരിക്കുന്നു, കൈയടിക്കുന്നു. പക്ഷേ ആശാവർക്കർമാർ സമരം ചെയ്തപ്പോ പറഞ്ഞത് എന്താണ്? സംസ്ഥാന സർക്കാർ അല്ല തുക വർദ്ധിപ്പിക്കേണ്ടത്, കേന്ദ്ര സർക്കാർ. തീർച്ചയായും ആശാവർക്കർമാരുടെ സമരത്തെ തള്ളിക്കളയുകയും സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്ത സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആശാവർക്കർമാരുടെ സമരത്തിന്റെ വിജയം തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഇത്തരത്തിൽ KN ബാലഗോപാലിന് കൃത്യമായി അറിയാം, താനിപ്പോൾ എന്ത് പ്രഖ്യാപിച്ചാലും അത് കേരളത്തിൽ നടപ്പിലാകാൻ പോകുന്നില്ല. അതുകൊണ്ട് വീണ്ടും 2026 മെയ് മാസം തെരഞ്ഞെടുപ്പ് പൂർത്തിയായി, വോട്ടെണ്ണൽ പൂർത്തിയായി, ഒരു പുതിയ സർക്കാർ മെയ് അവസാനത്തോടുകൂടി കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ആ സർക്കാരിന്റെ ആദ്യത്തെ ബജറ്റായിരിക്കും കേരളത്തിൽ ഇനിയുള്ള വർഷങ്ങളിലെ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ പോകുന്ന പ്രഖ്യാപനങ്ങളെല്ലാം ആ ബജറ്റിലായിരിക്കും. അതുകൊണ്ട് ഇത് വെറും ഒരു കടലാസ് ബജറ്റ് മാത്രമാണ്, കടലാസിൽ എഴുതി വെക്കുന്നതൊന്നും യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ബോധം KN ബാലഗോപാലിനുണ്ട്. അദ്ദേഹത്തെ വില കുറച്ച് കാണുന്നില്ല. പക്ഷേ അദ്ദേഹം കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടു കൂടി കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനെങ്കിലും എന്തെങ്കിലും പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഇടതുമുന്നണിയുടെ പ്രവർത്തകന്മാർ തന്നെ കയ്യടിയോടുകൂടി സ്വീകരിക്കുമായിരുന്നു. പക്ഷേ ഇനി കയ്യടിയല്ല, പൂമാലകൾക്ക് പകരം അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നത് വെറുപ്പായിരിക്കും. കാരണം KN ബാലഗോപാൽ ഒരു പരാജിതനായ ധനകാര്യമന്ത്രിയാണ് എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ആ പരാജിതനായ ധനകാര്യമന്ത്രി വായിച്ച ബജറ്റുമായി ആണ് ഈ സർക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെങ്കിൽ, ഈ ബജറ്റിന്റെ പ്രഖ്യാപനവുമായാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെങ്കിൽ പരാജയത്തിന്റെ പടുകുഴിയിൽ കൈകാലിട്ടടിക്കുന്ന CPM-ന്റെ വെന്റിലേറ്റർ ഊരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. എന്തായാലും ഈ ബജറ്റും ശബരിമല സ്വർണ്ണക്കൊള്ളയും അടക്കമുള്ള വിഷയങ്ങൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ചർച്ചയാക്കും. ആ ചർച്ചയ്ക്കൊടുവിൽ ആ ചർച്ച ക്രോഡീകരിച്ച ഒരു ഉത്തരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളെത്തും. ആ ഉത്തരം അവർ തെരഞ്ഞെടുപ്പിൽ വിനിയോഗിക്കും. ആ വിനിയോഗിക്കുന്നതിൽ ആരുടെ പക്ഷത്തായിരിക്കും വിജയം, ആ നീതിയുടെ പക്ഷത്തായിരിക്കുമോ കേരളത്തിലെ ജനങ്ങൾ നിൽക്കുക എന്ന് നമുക്ക് വോട്ടെണ്ണലിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കൂ.